നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരാൻ ആഗ്രഹമുണ്ടോ? ജോലി തിരക്കാണോ തടസ്സം? വിഷമിക്കേണ്ട, ബാസ് സ്റ്റഡി സെന്റർ നിങ്ങളൊപ്പം ഉണ്ട്. BA, BCom, BBA, BSW പോലുള്ള ഡിഗ്രി കോഴ്സുകൾ നിങ്ങൾക്ക് എവിടെയിരുന്നും എപ്പോൾ വേണമെങ്കിലും പഠിക്കാം. ഇനി പ്രായമാണോ നിങ്ങളുടെ തടസ്സം? അല്ല. ഏത് പ്രായക്കാർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓൺലൈൻ ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയലുകളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ബാസ് സ്റ്റഡി സെന്റർ കൂടെയുണ്ട്. ഹലോ എവരിവൺ, എല്ലാവർക്കും ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഇൻടേക്ക് 6 സെക്കൻഡ് സെമസ്റ്റർ രജിസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ആ ഒരു നോട്ടിഫിക്കേഷനാണ് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ നമുക്ക് പെട്ടെന്ന് തന്നെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സീറ്റുകൾ കൺഫേം ചെയ്തോളൂ. ഈ വർഷത്തേക്കുള്ള ബാച്ചസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ 2025-26 ജൂൺ ജൂലൈ ബാച്ചിലേക്ക്, അതായത് ഇൻടേക്ക് 6 അഡ്മിഷൻ എടുത്തിരിക്കുന്ന 3 ഇയർ UG, 4 ഇയർ UG അതുപോലെ തന്നെ PG സ്റ്റുഡൻസിന് അവരുടെ സെക്കൻഡ് സെമസ്റ്റർ രജിസ്ട്രേഷൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാം, നമുക്ക് എക്സാംസ് അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ നിർബന്ധമായിട്ടും രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം എന്നുള്ളത്. അപ്പോൾ 2025-26 ഇൻടേക്ക് 6 അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫസ്റ്റ് സെമസ്റ്റർ രജിസ്ട്രേഷൻ കംപ്ലീറ്റഡ് ആയിട്ടുണ്ടായിരുന്നു. ഇനി അവർക്ക് ചെയ്യാനുള്ളത് അവരുടെ സെക്കൻഡ് സെമസ്റ്റർ രജിസ്ട്രേഷൻ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ സെമസ്റ്റർ വൈസ് ആയിട്ടാണ് ഓരോ ഇയറിലും എക്സാംസ് നടക്കുന്നത്. ഒരു ഇയറിൽ 2 സെമസ്റ്റർ വീതം നമുക്ക് 3 ഇയറിലായിട്ട് 6 സെമസ്റ്റർ ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോ സെമസ്റ്ററിലും നമുക്ക് എക്സാം എഴുതണം എന്നുണ്ടെങ്കിൽ അതേ സെമസ്റ്ററിലേക്കുള്ള രജിസ്ട്രേഷൻ ഓരോ സ്റ്റുഡൻസും നിർബന്ധമായിട്ടും കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു സെമസ്റ്റർ എക്സാംസ് എഴുതാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ 2025-26 ബാച്ചിലേക്ക് അഡ്മിഷൻ എടുത്തിട്ടുള്ള ഇൻടേക്ക് 6 അഡ്മിഷൻ എടുത്തിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ സെക്കൻഡ് സെമസ്റ്റർ രജിസ്ട്രേഷൻ ആണ് ഇപ്പോൾ ഒഫീഷ്യലി യൂണിവേഴ്സിറ്റി അനൗൺസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ യൂണിവേഴ്സിറ്റി നോട്ടിഫിക്കേഷൻ പ്രകാരം സ്റ്റുഡൻസിന് ഫൈനോട് കൂടി അല്ലാണ്ട് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഫെബ്രുവരി 21. ഫെബ്രുവരി 21 ശേഷമാണ് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഫെബ്രുവരി 26 വരെ നിങ്ങൾക്ക് 100 രൂപ ഫൈനോട് കൂടിയിട്ട് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ യൂണിവേഴ്സിറ്റി തരുന്നുണ്ട്. ഈ ഒരു ഫൈനിന് ശേഷമാണ് നിങ്ങൾ വീണ്ടും രജിസ്ട്രേഷൻ അറ്റൻഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ മാർച്ച് 3 വരെ നിങ്ങൾക്ക് 200 രൂപ ലേറ്റ് ഫീയോട് കൂടിയിട്ട് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി 200 രൂപ ലേറ്റ് ഫീ കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ മാർച്ച് 15 വരെ നിങ്ങൾക്ക് 750 രൂപ ലേറ്റ് ഫീയോട് കൂടിയിട്ട് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എല്ലാ സ്റ്റുഡൻസും ഇവിടെ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 തവണയായിട്ട് ലേറ്റ് ഫീ യൂണിവേഴ്സിറ്റി ആഡ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരിക്കലും ലേറ്റ് ഫീ കൂടെ അടച്ചിട്ട് രജിസ്ട്രേഷൻ ചെയ്യുക എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തരുത്. 21-ാം തീയതി വരെ നിങ്ങൾക്ക് ലേറ്റ് ഫീ ഒന്നും ഇല്ലാണ്ട് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി യൂണിവേഴ്സിറ്റി തരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ നിങ്ങൾ മാക്സിമം നിങ്ങൾ എല്ലാ രജിസ്ട്രേഷൻസും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഈ ലേറ്റ് ഫീ എന്നൊക്കെ പറയുമ്പോൾ വീണ്ടും നമ്മൾ 100 രൂപ അല്ലെങ്കിൽ 200, 750 രൂപ ഇത്തരത്തിൽ നമുക്ക് ഓരോ ഫൈനിൻ്റെയും എമൗണ്ട് കൂടി വരികയാണ് ഓരോ ഡേറ്റ് കഴിയും തോറും. അപ്പോൾ ആ ഒരു ടൈം വരെ അല്ലെങ്കിൽ ലേറ്റ് ഫീ അടയ്ക്കുന്ന ടൈം വരെ നമ്മൾ രജിസ്ട്രേഷൻ വൈകിക്കരുത്. മാക്സിമം പെട്ടെന്ന് തന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഈ ഒരു സെമസ്റ്റർ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റുഡൻറ്റ് പോർട്ടലിലൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ബാസിലെ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട, കാരണം നിങ്ങളുടെ എല്ലാ ഈ സർവീസസ് കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്തു തരുന്നതാണ്. ഇനി സ്വന്തമായിട്ട് അഡ്മിഷൻ എടുത്തിട്ടുള്ള സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റുഡൻറ്റ് പോർട്ടൽ ത്രൂ നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്ട്രേഷൻസ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ ഫീസ് ആനുകൂല്യത്തിന് അർഹതയുള്ള ഭിന്നശേഷി സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം എന്നുള്ളത് കമ്പൾസറി ആണ്. പിന്നെ അതുപോലെ തന്നെ ഗ്രാൻഡ് സ്കോളർഷിപ്പ്, സ്പോൺസർഷിപ്പ് ആനുകൂല്യങ്ങൾക്ക് അർഹതയുള്ള സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങളും നിർബന്ധമായിട്ടും ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം. ഇത്തരത്തിൽ ഗ്രാൻഡ് ആയിക്കോട്ടെ അതുപോലെ തന്നെ ഭിന്നശേഷി സ്റ്റുഡൻസ് ആയിക്കോട്ടെ ഇവർക്കും ഈ ഒരു ലേറ്റ് ഫീ എന്നുള്ളതും കൂടെ ബാധകമാണ്. അതായത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരും 21-ാം തീയതിക്ക് ശേഷം രജിസ്ട്രേഷൻ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ
ആദ്യം നമ്മൾ പറഞ്ഞ പോലെ തന്നെ 100 രൂപ 200 രൂപ അതുപോലെ തന്നെ 750 രൂപ ലേറ്റ് ഫീ അടച്ചിട്ട് ഇവർക്കും രജിസ്ട്രേഷൻ ചെയ്യേണ്ടി വരും. ഈ ഒരു ലേറ്റ് ഫീയുടെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാ സ്റ്റുഡൻസിനും ഈ ഒരു ലേറ്റ് ഫീ ബാധകമാണ്. അപ്പോൾ നമ്മൾ മാക്സിമം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലേറ്റ് ഫീയോട് കൂടാണ്ട് യൂണിവേഴ്സിറ്റി ആദ്യം പറഞ്ഞിരിക്കുന്ന ഡേറ്റിൽ തന്നെ നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം ഒരുപാട് സ്റ്റുഡൻസ് ഇപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് ഇയർ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർക്ക് സെക്കൻഡ് സെമസ്റ്റർ രജിസ്ട്രേഷൻ്റെ ടൈമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്ന ഡേറ്റുകളും അതുപോലെ തന്നെ ലേറ്റ് ഫീ കാര്യങ്ങളൊന്നും നിങ്ങൾ മറക്കരുത്. ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. അപ്പോൾ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യാത്ത സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ പെട്ടെന്ന് തന്നെ വെബ്സൈറ്റ് ത്രൂ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്തോളൂ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒഫീഷ്യലി യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരും ഇനി ഒട്ടും വൈകിക്കേണ്ട, പെട്ടെന്ന് തന്നെ നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് സെക്കൻഡ് സെമസ്റ്റർ സ്റ്റാർട്ട് ചെയ്തോളൂ. അപ്പോൾ ഇനി ഇത് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് സെക്ഷനിൽ കമൻ്റായിട്ട് അറിയിച്ചാൽ മതി. നമ്മൾ അതിനുള്ള മറുപടി ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എനിവേ, താങ്ക് യു.